ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതിക മാഡം, അല്ല, ജേട്ടൻ ഓട്ടോയിലാണോ വന്നേ? ബൈക്ക് എവിടെ ചേട്ടാ? ഓ, ഒന്നും പറയണ്ട പ്രിയേ, ഞാൻ കൊല്ലപ്പെടേണ്ടവരായിരുന്നു. ഈശ്വരാ, ഒരിക്കൽ കൂടി ഈ ജീവിതം തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി. എന്തുപറ്റി ചേട്ടാ? എടി, നിന്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാ ഞാനിപ്പോ മരിക്കാതെ രക്ഷപ്പെട്ടത്. അറിയോ, നിന്റെ ഈ നെറ്റി കിടക്കുന്ന സിന്ദൂരത്തിന്റെ പുണ്യം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. കാര്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറയേ. എടി, ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ടിപ്പർ ലോറി, റൈറ്റ് സൈഡിൽ നിന്നൊരു ടോറസ്, പിന്നെ എന്റെ ചങ്കിന് നേരെ ഒരു JCB, അയ്യോ, ബൈക്കിൽ ഞാനും. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തവിടുപൊടിയാവേണ്ടവനായിരുന്നു ഞാൻ. നിന്റെ ചിരിക്കുന്ന മുഖം എന്റെ മുന്നിലൂടെ മിന്നി പറഞ്ഞു. ഞാൻ പ്രിയേ നല്ലറിക്കൊണ്ട് ഞാൻ ബൈക്കുമായിട്ട് ഡൈവ് ചെയ്ത് ഒരു മരത്തിൽ കൊണ്ട് ചിട്ടിച്ച്. അയ്യോ, എന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ? അതിസാഹസികമായി ഞാൻ രക്ഷപ്പെട്ടു. അതിന്റെ കാരണം എന്താ? നിന്റെ ഒരാളുടെ പ്രാർത്ഥന. എന്നിട്ട് ബൈക്ക് എവിടെ ചേട്ടാ? അതിന് ചെറിയൊരു പരിക്ക്, ആശുപത്രിയില്ല. ആശുപത്രിയിലോ? ആ, വർക്ക്ഷോപ്പ്. വാഹനങ്ങൾക്ക് പരിക്കുപറ്റുമ്പോഴേ വർക്ക്ഷോപ്പിലല്ലേ കൊണ്ടുപോകുന്നത്. ബൈക്ക് വൈകുന്നേരം കിട്ടും. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചേട്ടാ? വേണ്ട വേണ്ട വേണ്ട, കനത്തിൽ എന്തെങ്കിലും കഴിക്കാൻ എടുക്കണം. നല്ല വശം. വന്നാ ഓ, ബൈക്ക് എവിടാ? ബൈക്ക് ഞാൻ വിഴുങ്ങി. ആ, എന്താ പറഞ്ഞ? അച്ഛാ, ബൈക്ക് ചെറുതായിട്ടൊന്ന് കേടായി, അത് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക. എന്തോ എങ്ങനെ ഊടായിപ്പോണ്ട് വന്നാലുണ്ടല്ലോ. ആ ബൈക്ക് എന്ന് വെച്ചാലേ രാജുവിന്റെ പ്രാണന. അതവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം. എന്താ വേണോട്ടാ? ബൈക്കില്ലാതെ അവൻ തിരിച്ചു വന്നിരിക്കണു. ഞാൻ ചോദിച്ചപ്പോ പറയാ വർക്ക്ഷോപ്പിലാണെന്ന്. ഇവന്റെ മുഖം കണ്ടാലറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. കാട്ടാനയ്ക്ക് പട്ടുവാവാട തയ്ക്കണ പണി എന്റെ അടുത്തെടുക്കരുത്. എന്ത് മര്യാദയാണ് ഈ മനുഷ്യൻ പറയുന്നത്? ഇതെന്റെ ഫാദറിലെ ആണോ? എടി പ്രിയേ, കുടുംബ വിളക്കായ നിനക്കേ ഇതുപോലെ മണ്ണെണ്ണ വിളക്കുള്ള തന്ത എങ്ങനെ ഉണ്ടായി? ബൈക്ക് എവിടെയെന്നല്ലേ ചെയ്യാ വേണോട്ട് ചോദിച്ചേ? അതിന് ഇത്രയും ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ? ഞാൻ ബൈക്കിൽ ലോറിയൊക്കെ ഒത്തിരി കണ്ടവനാ. നീ ഒത്തിരി കണ്ടിട്ടൊക്കെ ഉണ്ട്. അതോടെ കിട്ടെ. നീ കൊണ്ടുപോയിട്ട് ബൈക്ക് എവിടെയാന്ന് മാത്രം എന്നോട് ചോദിച്ചേ. ബൈക്ക് പാതാളത്തിലേക്ക് താണുപോയി. അച്ചി വീട്ടിൽ പോലും സ്വസ്ഥതയില്ലല്ലോ ഭഗവാനെ. എന്താ പ്രശ്നം? എന്താ കാര്യം? നിന്റെ ബൈക്കില്ലാതെ അവൻ കയറി വന്നേക്കണേ. അതെവിടെയെന്ന് ചോദിച്ചപ്പോ ഒരു ജാതി മുട്ടയത്തെയും മുടന്തഞ്ഞായോ. ബൈക്ക് എവിടെ അളിയാ? ബൈക്കിന് എന്തോ ഒരു കേട് പറ്റി. അത് വർക്ക്ഷോപ്പിലാണെന്ന് ജേട്ടൻ പറഞ്ഞല്ലോ. ഓ, വർക്ക്ഷോപ്പിലാണോ? എന്നാ സാരല്ല, ഏത് വർക്ക്ഷോപ്പിലാളിയാ? ഞാൻ പോയെടുത്തോളാം. പറയടാ, ഏത് വർക്ക്ഷോപ്പിലാണെന്ന് ഇവൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഒരു മോട്ടോർ ബൈക്ക് അല്ലേ, അല്ലാതെ ബെൻസ് കാണുന്നില്ലല്ലോ. എടാ, എന്റെ മോനത് ബെൻസ് കാറിനേക്കാളും വിലപിടിപ്പുള്ളതാ. ആ ബൈക്കളിയും വിറ്റോ? ഒരു ദയനീയ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാളിയാ. അളിയോ, എന്റെ ദൈവമേ, ഞാൻ ഇതിനൊക്കെ എന്താ മറുപടി പറയാ? നീ ഈ ചതി എന്തിനാടാ ഇവനോട് ചെയ്തത്? ആ
ബൈക്ക് എന്റെ ജീവിതമായിരുന്നു അളിയ. ഇതിനും ഭേദം അളിയന് എന്റെ നെഞ്ച് കീറി മുറിക്കായിരുന്നു. ഋതിക മാഡം, ബൈക്ക് ഋതിക മാഡം, ഇത് അതെ, രാജുവിന്റെ ബൈക്ക് തന്നെയാ. എന്താ ഡൗട്ട്? ഇതെങ്ങനെ മാഡത്തിന്റെ കയ്യിൽ വന്നു? അതൊക്കെ വന്നു അങ്ങളെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പറയണം മോളെ, പറഞ്ഞേ പറ്റൂ. പറയും മാഡം, ഈ ബൈക്ക് എങ്ങനെയാ മാഡത്തിന്റെ കയ്യിൽ വന്ന? ഞാൻ പറയട്ടെ ചേട്ടാ? പറഞ്ഞോ, അതിന് എനിക്കെന്താ. ഞാൻ കോളേജിൽ പോകുന്ന വഴി ജേട്ടനൊരു വർക്ക്ഷോപ്പില് ഈ ബൈക്ക് വിൽക്കുന്നത് കണ്ടു. ചേട്ടാ, ആ പോയ ആള് ഈ ബൈക്ക് വിറ്റതാണോ? അതെ. എന്താ? ആ ബൈക്ക് എന്റെ ഫ്രണ്ടിന്റെയാ. അതിന് ഞാൻ എന്ത് വേണം? വിൽക്കാൻ കൊണ്ടുവന്ന സാധനം ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. ചേട്ടന് മിനിസ്റ്റർ പ്രതാപവർമ്മയെ അറിയോ? അദ്ദേഹത്തെ അറിയാത്തായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നല്ലേ, ആ പ്രതാപവർമ്മയുടെ മകളാ ഞാൻ. ഞാനൊന്ന് പോലീസിനെ ഫോൺ ചെയ്താ എന്താവോന്നറിയോ? അയ്യോ മോളെ, വേണ്ട. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ ചേട്ടനെ ഉപദ്രവിക്കില്ല. അയാൾ എത്ര രൂപ വാങ്ങിച്ചു ഈ ബൈക്കിന്? 50,000 രൂപ. ആ രൂപ ഞാൻ തരാം, പണിക്കൂലിയും തരാം. ചേട്ടൻ ആ ബൈക്കൊന്ന് നന്നാക്കി തരണം. ആ ശരി മോളെ. പ്രണവ് വാടാ.